ബിജു എസ് നായർ, ഫോമർ ഓഫീസ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ ന്യൂ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ പുട്ട് പാക് ന്യൂക്ലിയർ ആർസണൽ അണ്ടർ IAEA വാച്ച് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു ന്യൂസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരു വീഡിയോ, ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ബിജു നായർ ഫാക്ട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലും ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. വീഡിയോ മീൻസ് ഒരു ഷോർട്സ് അല്ലെങ്കിൽ റീൽ ഇടുന്നുണ്ട്. അതിനകത്ത് വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വാർ സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഫൻസ് റിലേറ്റഡ് അനലിസ്റ്റ് ടോം കൂപ്പർ ഇന്ത്യ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്തിരുന്നെന്നും അത് പേടിച്ചിട്ടാണ് അവര് പെട്ടെന്ന് അവിടുത്തെ DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ, ഇന്ത്യയെ കോൺടാക്ട് ചെയ്ത് വാർ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നെന്നും അതിൽ പറയുന്നുണ്ട്. അതിന്റെ വ്യക്തമായിട്ട് തെളിവുകൾ നേരത്തെയാണ് അദ്ദേഹം പറയുന്നത്. സർഗോദ എന്ന് പറഞ്ഞ അവരുടെ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത്. അവിടെയാണ് അറ്റാക്ക് നടന്നത്. അവിടെ അറ്റാക്ക് നടന്നത് സത്യമാണ്. അപ്പൊ ഇത് ഇന്ത്യ ഒരിക്കലും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല അവരുടെ അതുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് ഇതിൽ അമേരിക്ക ഇടപെട്ടെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടല്ലോ. ഒരു വലിയ ദുരന്തം അല്ലെങ്കിൽ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് ആയെന്നൊക്കെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അത് ഇത് റെഫർ ചെയ്താണ് പറയുന്നത്. അപ്പൊ ഇത് ഇന്ത്യ ഒഫീഷ്യലി കൺഫേം ചെയ്തില്ലെങ്കിലും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ അത് വരികൾക്കിടയിൽ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞേക്കാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആർസണൽ, പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ IAEAയുടെ അണ്ടറിൽ കൊണ്ടുവരണം. ഇറ്റ് ഈസ് നോട്ട് സേഫ് ഇൻ പാകിസ്ഥാൻസ് കസ്റ്റഡി എന്ന. അപ്പൊ അതിലെന്തോ ഇല്ലേ? ഇത്രയും കാലം പറയാത്തൊരു കാര്യം, പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ സേഫ് അല്ല എന്ന് പറയുമ്പോൾ IAEAയുടെ പരിധിയിൽ IAEA, വാട്ട് ഈസ് IAEA? IAEA മീൻസ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. IAEA എന്താണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA എന്ന് പറഞ്ഞാൽ UN-ന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ്. യുണൈറ്റഡ് നേഷൻസിന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് ആണ് IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്നയാണ്. വിയന്ന എന്ന് പറയുന്നത് ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ്. ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ വിയന്ന ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ. അതിന്റെ ഹെഡിന്റെ പേര് ഏതൊന്ന് നോക്കിക്കൊള്ളണം. റാഫേൽ ഗ്രോസി എന്നാണെന്നാണ് എന്റെ ഓർമ്മ. റാഫേൽ ഗ്രോസി, ഹീസ് ആൻ അർജന്റീനക്കാരനാണ് റാഫേൽ ഗ്രോസി. അദ്ദേഹമാണെന്നാണ് എന്റെ ഓർമ്മ. യു ഷുഡ് ചെക്ക് ഇറ്റ്. അപ്പൊ എന്തായാലും ഈ ഇന്ത്യ എന്തോ ഒരു പരിപാടി അവിടെ ചെയ്തിട്ടുണ്ട്. അത് ഒഫീഷ്യലി അത് കൺഫേം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് IAEAയുടെ അണ്ടറിൽ കൊണ്ടുവരണം ന്യൂക്ലിയർ ആയുധങ്ങളൊന്നും സേഫ് അല്ല എന്ന് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ആരുമല്ല. ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇന്ത്യയുടെ നരേന്ദ്രമോദി, അമിത്ഷായെ കഴിഞ്ഞ ഇന്ത്യയിലെ അടുത്ത ആളാണ് സീനിയോറിറ്റിയിൽ ഇന്ത്യയുടെ മിനിസ്ട്രിയിൽ രാജ്നാഥ് സിംഗ്. അദ്ദേഹമാണ് അത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സീനിയോറിറ്റിയിൽ അമിത്ഷായ്ക്ക് മുകളിലാണ് അദ്ദേഹം. അതാണ് സത്യം. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. TNCM slams presidential reference to top court on timeline to act on state bills. തമിഴ്നാട് CM ആരാണെന്ന് അറിയാലോ? MK സ്റ്റാലിൻ. അദ്ദേഹം ഇന്നലെ പ്രസിഡൻഷ്യൽ റെഫറൻസ് അതാണ് പറയേണ്ടതിൽ. പ്രസിഡന്റിന് ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണ്ടപ്പം, നിയമപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണ്ടപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിഡന്റിനെ എംപവർ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 143 അണ്ടറിൽ ടു ഗെറ്റ് ക്ലാരിറ്റി ഫ്രം ദ സുപ്രീം കോർട്ട്. അതിനാണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇത് ഇവിടെ പറയുന്നുണ്ട്, പ്രസിഡന്റ് ആർട്ടിക്കിൾ 143 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ empowers the president to seek advice from the Supreme Court on questions of law or fact, present or future of public importance. പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ റെഫറൻസ് വാങ്ങാനുള്ള അവകാശം പ്രസിഡന്റ് ഉണ്ട്. ആർട്ടിക്കിൾ 143 പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇത് ഇപ്പൊ പ്രസിഡന്റ് ഇങ്ങനെ റെഫർ ചെയ്യാനുള്ള കാരണമുണ്ട്. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ എൻ്റെ കാണുന്നോ അല്ലെങ്കിൽ പത്രം വായിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഇടയ്ക്ക് സുപ്രീം കോടതി തമിഴ്നാട് സ്റ്റേറ്റ് വേഴ്സസ് അവിടുത്തെ ഗവർണർ RN രവി ഒരു കേസ് ഉണ്ടായിരുന്നു. തമിഴ്നാടിന്റെ ഗവർണർ ആരാണ്? RN രവി. അദ്ദേഹം തമിഴ്നാട്ടിലെ ഗവൺമെന്റ് പാസ്സാക്കുന്ന പല നിയമങ്ങളും ഒന്നുകിൽ കയ്യിൽ വച്ചേക്കുകയോ അല്ലെങ്കിൽ പ്രസിഡന്റിന് റെഫർ ചെയ്യേണ്ടാത്ത നിയമങ്ങളൊക്കെ പ്രസിഡന്റ് റെഫർ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് ഡിലേ ആക്കുന്നു, നിയമങ്ങൾ പാസ്സാക്കാൻ അനുവദിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഗവർണർ RN രവിക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ അവർ പോയത്. ആര്? തമിഴ്നാട് ഗവൺമെന്റ്. അപ്പൊ അതിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. ഈ ഗവർണേഴ്സിന് ആർട്ടിക്കിൾ 200 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 201ന്റെ അണ്ടറിൽ ഈ ഗവർണറിനുള്ള അവകാശങ്ങൾ, ഈ ബില്ലുകൾ പാസ്സാക്കാനും ബില്ലുകൾ കയ്യിൽ വെച്ചേക്കാനോ അല്ലെങ്കിൽ ബില്ലുകൾ തിരിച്ചയക്കാനോ ഒക്കെയുള്ള അവകാശങ്ങൾ എങ്ങനെയാണെന്നും അത് ഏത് രീതിയിൽ അതിൽ പെരുമാറണമെന്നും ഒക്കെ സുപ്രീം കോടതി ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു ബിൽസ് വിതിൻ 3 months പാസ്സാക്കണമെന്ന്. 3 മാസത്തിനകം ബില്ല് പാസ്സാക്കണം. ഗവർണറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ പ്രസിഡന്റ് ആണെങ്കിലും അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രസിഡന്റിനും ഗവർണറിനും ഒക്കെ ഇത്തരത്തിലുള്ള ഡയറക്ഷൻ കൊടുക്കാനുള്ള അവകാശം ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം
ആർട്ടിക്കിൾ 142 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നീട് സുപ്രീം കോടതിക്ക് ഇങ്ങനെയുള്ള ചില അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് അവരുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഇതുപോലുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കാൻ. അപ്പൊ അവര് പറഞ്ഞേക്കെന്ന് വെച്ചാല് ഈ 3 മാസം കഴിഞ്ഞിട്ടും ഗവർണറുടെയോ പ്രസിഡന്റിന്റെയോ കയ്യിൽ ഈ ബില്ല് ഇരുന്ന് കഴിഞ്ഞാല് അത് ആ നിയമം പാസ്സായതായിട്ട് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് ഉണ്ടോ എന്ന് അന്ന് തന്നെ ഒരുപാട് പേര് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഉണ്ടെന്ന് സുപ്രീം കോടതി നിയമത്തിന് അനുകൂലിക്കുന്നവരും പറയുന്നുണ്ട്. അപ്പൊ പ്രസിഡന്റ് ഇപ്പൊ അത് സുപ്രീം കോടതിക്ക് തന്നെ റെഫർ ചെയ്തിരിക്കുക അഡ്വൈസ് തരാൻ. അപ്പൊ അത് ഇന്നലെ ഒരു വലിയ വാർത്തയായിട്ടുണ്ട്. Can SC impose timelines and dictate the manner of exercise of powers by governors and president under Article 200 and 201 respectively? Article 200-ലും 201-ലും ഗവർണറിനും പ്രസിഡന്റിനുള്ള അവകാശങ്ങൾ ഈ ബില്ല് കയ്യിൽ വെച്ചേക്കാൻ, ബില്ല് പാസ്സാക്കാൻ, അല്ലെങ്കിൽ ബില്ല് പ്രസിഡന്റിന് ഗവർണറിന് അയക്കാൻ, ഗവർണറിന് പ്രസിഡന്റിന് അയക്കാൻ ബില്ല്, ഇതൊക്കെ ചെയ്യാനുള്ള ഗവർണറിന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അവകാശങ്ങൾ ഇതിന്റെ മുകളിൽ സുപ്രീം കോടതിക്ക് ഒരു എന്തെങ്കിലും ടൈം ലൈൻ കൊണ്ടുവരാൻ പറ്റുമോ? കാര്യം ഈ പ്രസിഡന്റും ഗവർണർ ഇവർ രണ്ടുപേരും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കോടതികളിൽ ആൻസറബിൾ അല്ല എന്ന, ഒരു കോടതിയിലും ഇന്ത്യയിലെ സുപ്രീം കോടതി ഉൾപ്പെടെ ആൻസറബിൾ അല്ലെന്ന. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഒരു സുപ്രീം കോടതി നിന്ന് വിധി വന്നത് അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലേ എന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോ, ആ പേജ് വേണ്ട, അതിന്റെ അടുത്ത പേജ് പോകുമ്പോ ഡൽഹി ടു ഹോസ്റ്റ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നെക്സ്റ്റ് ജനുവരി എന്ന് പറഞ്ഞ അവിടുത്തെ CM, ഡൽഹിയുടെ CM ആരാണ്? ഡൽഹി ചീഫ് മിനിസ്റ്റർ രേഖ ഗുപ്ത. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ രേഖ ഗുപ്ത, ഡൽഹി ചീഫ് മിനിസ്റ്റർ ഫോട്ടോ അവിടെ കാണാം. പിന്നെ കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകണല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഒക്കെ ഇവിടെ കാണാം. പിന്നെ ഇന്ത്യക്കാരനായ ഒരു ഫാമറിനെ ബംഗ്ലാദേശിന്റെ കയ്യിൽ പെട്ടുപോയായിരുന്നു, അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ വേറെ ഈ ന്യൂസ് പേജിൽ എന്നുള്ള ന്യൂസുകൾ നമുക്ക് ആവശ്യമില്ല. സ്റ്റേറ്റ്സ് പേജിൽ വളരെ അപൂർവമായിട്ട് നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ കാണുള്ളൂ. ഓക്കെ, ഈ പേജിലും ഒന്നുമില്ല. ഇവിടെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ കാണാം, രേഖ ഗുപ്തയുടെ. വേറെ കാര്യങ്ങളോട് പറയാം. ഡൽഹി എന്ന് പറയുന്ന സിറ്റി ഇന്ത്യയുടെ ക്യാപിറ്റലാണ്, നിങ്ങൾക്ക് അറിയാം. ആ ക്യാപിറ്റലാണ് വേൾഡിൽ വൺ ഓഫ് ദ വേൾഡ്സ്റ്റ് പൊള്യൂട്ടഡ് സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൽഹിയുടെ മാത്രമല്ല ഇന്ത്യ സിറ്റീസിന്റെ ഒക്കെ എയർ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്, AQI. എന്താണ് AQI? എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അതനുസരിച്ച് ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇപ്പോൾ വീണ്ടും ഭയങ്കര മോശമായെന്നാണ്. CPCB ആണ് ഈ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന സെൻട്രൽ ഏജൻസി. CPCB മീൻസ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. CPCB എന്താണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. AQI എയർ ക്വാളിറ്റി ഇൻഡെക്സ്. പിന്നെ ഈ സംഭവം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. സ്റ്റേറ്റ്സ് പേജിൽ വന്ന് നമുക്ക് ഇന്ന് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതായത് വലിയ ന്യൂസ് ആയതാണ് ഗച്ചിബൗളി ഫോറസ്റ്റ്. എന്താണ്? GACHIBOWLI, ഗച്ചിബൗളി ഫോറസ്റ്റ്. ആക്ച്വലി ഇത് വളരെ എൻവയോൺമെന്റലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം ആണ് ഒരു ഗച്ചിബൗളി ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ IT കമ്പനി ഉണ്ടാക്കുന്നതിന്, IT ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെ, ഇത് തെലുങ്കാനയിലാണ്. എവിടെയാണെന്നാണ് ആദ്യം പഠിച്ചു വെച്ചേക്കുന്നത്? തെലുങ്കാനയിലാണ്. ഇത് വൻ പ്രശ്നമായി. ഈ പറഞ്ഞ IT ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗച്ചിബൗളിയിൽ ഹൺഡ്രഡ്സ് ഓഫ് ട്രീസ് കട്ട് ചെയ്തു. അപ്പൊ അത് വൻ വിഷയമായി. സുപ്രീം കോടതി പോയി കേസ്. സുപ്രീം കോടതി പറഞ്ഞ മേലെ അവിടെ ഇനി ഒരു പ്രവർത്തനം നടത്താൻ പാടില്ല. അവിടെ കട്ട് ചെയ്ത മരങ്ങൾക്ക് പകരം, ട്രീസിന് പകരം പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ, തെലുങ്കാനയുടെ ചീഫ് സെക്രട്ടറി, അവിടുത്തെ ഏറ്റവും വലിയ IAS ഓഫീസറാണല്ലോ ചീഫ് സെക്രട്ടറി, പുള്ളിയെ പിടിച്ച് അകത്തോട് തുറന്നു. അങ്ങനെ പറഞ്ഞേക്കുന്നത്, ജയിലിൽ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് എന്ന് അറിഞ്ഞിരിക്കണം. ഗച്ചിബൗളിയുടെയാണ്, തെലുങ്കാനയില്. ഇവിടെ വേറെ ന്യൂസ് ഉണ്ട്. ചില ന്യൂസുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളതായിരിക്കും സ്റ്റേറ്റ്സ് പേജിൽ. സ്റ്റഡി ഓൺ മഹാദായി റിവർ ഡൈവേർഷൻ സ്പാർക്സ് ഫ്രഷ് പ്രൊട്ടസ്റ്റ് ഇൻ ഗോവ. മഹാദായി റിവർ ഡിസ്പ്യൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. മഹാദായി റിവർ ഡിസ്പ്യൂട്ട്. മഹാദായി ഈസ് എ റിവർ. അതിലെ വാട്ടർ ഷെയർ ചെയ്യുന്നതായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഏതൊക്കെ സ്റ്റേറ്റുകൾ തങ്ങളിലാണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഗോവ ആൻഡ് കർണാടക. കാവേരി റിവർ വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് വാസ് ബിറ്റ്വീൻ തമിഴ്നാട് ആൻഡ് കർണാടക. ദാറ്റ് വാസ് റിസോൾവ്ഡ്. ആൻഡ് മഹാനദി റിവർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് ഈസ് ദേർ. അതെനിക്ക് തോന്നുന്നു ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ അങ്ങനെയാണ്. അതുപോലെ മഹാദായി റിവർ വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് ഈസ് ബിറ്റ്വീൻ ഗോവ ആൻഡ് കർണാടക. അപ്പൊ ഇതിൽ രണ്ട് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേര് പറഞ്ഞാൽ അത് എവിടെയാണെന്ന് പഠിച്ചോ, ചിലപ്പോൾ ചോദിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി, NIO എന്ന് പറയും.
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി, ഗോവയിൽ തന്നെയാണ്. NIO എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി, ഗോവ. ഇനി ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ. അത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. പിന്നെ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് ഇവിടെ കാണാം. സിദ്ധരാമയ്യാണ് കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. അതൊക്കെയാണ് അവിടെ ഉള്ളത്. ഇനി അടുത്ത പേജിൽ പോവാം. അടുത്ത പേജ് വേണ്ട, ഇതൊക്കെ ഫ്രൈഡേയിൽ വരുന്ന നമുക്ക് വായിക്കാനുള്ള, അതൊന്നും ന്യൂസ് പേജുകളല്ല, മെട്രോ പ്ലസ് വേണ്ട. ഇനി എഡിറ്റോറിയൽ പേജ്. എഡിറ്റോറിയൽ പേജിൽ നമ്മൾ 2 എഡിറ്റോറിയൽസ് നമുക്ക് നന്നായിട്ട് നോക്കാം. ആദ്യത്തെ എഡിറ്റോറിയൽ അണ്ടർ കൺട്രോൾ. അണ്ടർ കൺട്രോൾ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ലാസ്റ്റ് 2 days Reserve Bank of India released 2 news reports. First one was India's retail inflation reduced to 3.16 അങ്ങനെ എന്തോ ആണ്. 3.16 ആ ഒരു പെർസെന്റേജ് ആ റേറ്റിലോ മറ്റോ ആണ് retail inflation. That retail inflation is being measured by CPI, Consumer Price Index. Yesterday also I discussed about this. CPI, Consumer Price Index, is the measurement of retail inflation, and also wholesale inflation figures were released yesterday, and that is also in a very comfortable stage. Wholesale inflation is being calculated by WPI, wholesale price index. അപ്പോൾ ഇന്ത്യയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷനും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഹോൾസെയിൽ ഇൻഫ്ലേഷനും വളരെ കംഫർട്ടബിൾ ഫിഗറിലേക്ക് വരുന്നു. അതിന്റെ ഡേറ്റയൊക്കെ റിലീസ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇൻഫ്ലേഷൻ കൂടിപ്പോയാൽ കൺട്രോൾ ചെയ്യേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ, ദ ഫസ്റ്റ് വൺ, WPI അല്ല, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ, ദാറ്റ് ഈസ് ദ മെഷർമെന്റ് ഓഫ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് 4 ± 2 ആയിരിക്കണമെന്നാണ് ഇന്ത്യയുടെ RBIയും ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് ഞാൻ പറഞ്ഞു. 4 ആണ് ടാർഗറ്റ് ചെയ്യുന്ന, 4 ± 2. അപ്പൊ 3.16% എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ വെൽ ബിലോ ദ ടാർഗറ്റ്, 4-ന് താഴെ പോയി. ഇറ്റ് ഈസ് വെരി ഗുഡ്. അപ്പൊ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കുറയുന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പണപ്പെരുപ്പം കുറയുന്നതാണ്. പണപ്പെരുപ്പം കുറയുമ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്യും? സാധനങ്ങളുടെ വില കുറയും. വില കുറഞ്ഞുകൊണ്ടാണ് ഇൻഫ്ലേഷൻ കുറഞ്ഞത്. ഇവിടെ പറയുന്നുണ്ട് വെജിറ്റബിൾസിന്റെയും പൾസസിന്റെയും പ്രൈസിൽ വലിയ കുറവുണ്ടായി. നൗ another very happy news is there. India is going to get a very decent monsoon. Sometimes we will get excess monsoon as compared to the last year, as per the prediction of IMD, Indian Meteorological Department. അപ്പൊ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രഡിക്ഷൻ അനുസരിച്ച് നല്ല മൺസൂൺ കിട്ടും. അങ്ങനെ നല്ല മൺസൂൺ കിട്ടിയാൽ ഭയങ്കര ഫ്ലഡ് ഒക്കെ ഉണ്ടായ വെജിറ്റബിൾസ് ഒക്കെ നശിച്ചു പോകും. അല്ലെങ്കിൽ നമുക്ക് നല്ല പൾസ് പ്രൊഡക്ഷനും വെജിറ്റബിൾ പ്രൊഡക്ഷനും ഇന്ത്യയുടെ സ്റ്റേപ്പിൾ ഫുഡായ റൈസിന്റെയും അല്ലെങ്കിൽ പാഡിയുടെയും വീറ്റിന്റെയും പ്രൊഡക്ഷനും ഒക്കെ ഇന്ത്യയിൽ നടക്കും. സോ മഴ നല്ലത് ആയിട്ട് വരുന്നത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ സഹായിക്കും. അപ്പൊ കമ്മിങ് മന്തിൽ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കംഫർട്ടബിൾ ലെവലിലായിരിക്കും, അത് പ്രതീക്ഷിക്കാം. അപ്പൊ അത് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് കുറച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. ഇന്ത്യയുടെ ബഫർ സ്റ്റോക്ക്, നമ്മള് ഫുഡ് ഐറ്റംസിന്റെ ഒരു സ്റ്റോക്ക് സൂക്ഷിക്കാറുണ്ട്. അത്യാവശ്യം നല്ല ബഫർ സ്റ്റോക്ക് സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു. ഓപ്പൺ മാർക്കറ്റ് റിലീസ് എന്ന് പറയുന്ന സംഭവം, വില കൂടുന്ന സമയത്തെല്ലാം മാർക്കറ്റിൽ ഗവൺമെന്റ് ഇന്റർവ്യൂൻ ചെയ്യുന്നതാണ് ഓപ്പൺ മാർക്കറ്റ്. അത് കറക്റ്റ് ആയിട്ട് ചെയ്തു. അതുപോലെ ഇമ്പോർട്ട് കുറച്ചുകൂടി ഈസ് ചെയ്തു. ഇതൊക്കെ നമ്മളെ ഈ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ സഹായകമായി എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും മെയിനായിട്ട് ഇതൊക്കെയാണ് എൻ്റെ പറയാനുള്ളത്. ഇനിയിപ്പോ അത് ഇതില് എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി എന്നൊരു സംഭവമുണ്ട്. ഓരോ 2 മാസം കൂടുമ്പോഴും RBI റിലീസ് ചെയ്ത സംഗതിയാണ് മോണിറ്ററി പോളിസി. ഈ മോണിറ്ററി പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അത് കുറഞ്ഞിരിക്കുമ്പോൾ RBI കൂടുതലായിട്ട് റേറ്റ് കട്ടിംഗ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പൊ റേറ്റ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ RBIയുടെ റിപ്പോ റേറ്റ്. അപ്പൊ റിപ്പോ റേറ്റ് RBI മിക്കവാറും ഉടനെ വീണ്ടും കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ റിപ്പോ റേറ്റ് കുറച്ചാൽ, റിപ്പോ റേറ്റ് എന്താണെന്ന് വെച്ചാൽ ബാങ്കുകളിൽ നിന്ന് RBI നിന്ന് ബാങ്കുകളിൽ ലോൺ എടുക്കുമ്പോൾ അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. ബാങ്കുകൾക്ക് RBI നിന്ന് ലോൺ എടുക്കാം, കാര്യം ബാങ്കർ ടു ദ ബാങ്ക് ആണ് RBI. അപ്പൊ ബാങ്കുകൾ RBI നിന്ന് ലോൺ എടുക്കാൻ അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോ റേറ്റ് വീണ്ടും കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റും കുറയും. അപ്പൊ കുറച്ചുകൂടെ മാർക്കറ്റിലേക്ക് മണി വരും. അപ്പോൾ അത് ആൾക്കാർ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഡെവലപ്മെന്റ് കൂടും, ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന, ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുമ്പോൾ. അപ്പൊ അതിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. അത് നല്ലൊരു എഡിറ്റോറിയലാണ്. അത് ആക്ച്വലി ഇന്ത്യയുമായിട്ടൊക്കെ വളരെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് പുലർത്തിക്കൊണ്ടിരുന്ന രാജ്യമാണ് സിറിയ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ വേൾഡിലെ ഏറ്റവും അപകടം പിടിച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ പോലെ.
കാരണം സിറിയയില് ബഷർ അൽ അസാദ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ബഷർ അൽ അസാദ് അല്ല. മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്, ഈ പേര് പഠിക്കണ്ട കാര്യം ഇപ്പൊ അദ്ദേഹം അല്ല. ബഷർ അൽ അസാദ്, he was a very close friend of India. So Syria was also a very big supporter of India from the Islamic world. Even in Pakistan, even in Kashmir issue, they never supported Pakistan's claims, and their stand was Kashmir is an integral part of India എന്നുള്ള സ്റ്റാൻഡ് എടുത്ത അപൂർവ മുസ്ലിം രാജ്യങ്ങളൊന്നാണ് സിറിയ. അതിന് കാരണം ബഷർ അൽ അസാദ് ആണ്. ഇപ്പൊ ബഷർ അൽ അസാദിനെ അവിടുന്ന് പുറത്താക്കി. അദ്ദേഹം ഒരു സെക്യുലർ ലീഡർ ആയിരുന്നു. ഈവൻ ഇഫ് ഹി വാസ് എൻ ഓട്ടോക്രാറ്റ്, അദ്ദേഹം ഒരു ഏകാധിപതി ആയിരുന്നു, പക്ഷെ സെക്യുലർ ആയിരുന്നു. പക്ഷെ ആ പുറത്താക്കി വന്ന അടുത്ത ആള് അബു മുഹമ്മദ് അൽ ജൊലാനിയാണ്. അബു മുഹമ്മദ് അൽ ജൊലാനി. ഈ അബു മുഹമ്മദ് അൽ ജൊലാനി ആക്ച്വലി ഒരു ടെററിസ്റ്റ് ആയിരുന്നു, ഗ്ലോബൽ ടെററിസ്റ്റ് ആയിരുന്നു. എന്താ അദ്ദേഹത്തിന്റെ ജൊലാനി ഫൗണ്ട് ചെയ്ത ജബാത്ത്, ഇതൊന്നും പഠിക്കുന്ന വേണ്ട, ഇത് ഉള്ളതുകൊണ്ട് പറഞ്ഞത്, ജബാത്ത് അൽ നസ്ര എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് അൽ ഖ്വയ്ദയുടെ ആമായിരുന്നു. സിറിയയിലെ അൽ ഖ്വയ്ദയുടെ ആമിന് ജബാത്ത് അൽ നസ്ര എന്ന് അറിയപ്പെടുന്നത്. അതൊക്കെ ഫൗണ്ട് ചെയ്ത ആളായിരുന്നു ഇപ്പോഴത്തെ സിറിയയുടെ ലീഡർ. $10 മില്യൺ, ഏതാണ്ട് $1 കോടി, ഏതാണ്ട് 85 കോടി ഇന്ത്യൻ രൂപ തലയ്ക്ക് വിലയുള്ള ഗ്ലോബൽ ടെററിസ്റ്റ് ആയിരുന്നു പുള്ളി. പക്ഷേ ഇപ്പൊ പുള്ളിയുടെ ഇപ്പോഴത്തെ പേര് അഹമ്മദ് അൽ ഷാര എന്നാണ്. അഹമ്മദ് അൽ ഷാര എന്നാണ് ഇപ്പോഴത്തെ പേര്. അത് നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ പുള്ളി പഴയ പേര് വരെ, ഭീകരനായിരുന്ന സമയത്തുള്ള പേര് വരെ അയാൾ ഉപേക്ഷിച്ച് എന്നിട്ട് അഹമ്മദ് അൽ ഷാര എന്നാക്കി പേര്. എന്നിട്ട് പുള്ളി സിറിയയുടെ ഭരണം പിടിച്ചെടുത്തു. സിറിയയുടെ ഭരണം പിടിച്ചെടുത്ത പുള്ളി വളരെ മോഡേൺ ആയി. അതുവരെ ഇസ്ലാമിക് വേഷമൊക്കെ ധരിച്ചിരുന്ന ആള് കോട്ടും ടൈയും സ്യൂട്ടും ധരിച്ചെടുത്ത് പ്രത്യക്ഷപ്പെടും. ഇന്നലെ ഡൊണാൾഡ് ട്രംപുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തുമ്പോൾ ഇന്റർനാഷണൽ പേജിൽ കാണാം. അപ്പൊ ഈ ബഷർ അൽ അസാദിന്റെ സമയത്ത് സിറിയ ഭയങ്കര ഇന്റർനാഷണൽ സാങ്ഷൻസിലായിരുന്നു, ഉപരോധങ്ങളിലായിരുന്നു, അമേരിക്കയുടെ ഉപരോധങ്ങൾ. ഇപ്പം പുള്ളി ഈ ഷാര വന്നപ്പോഴത്തേക്ക് അമേരിക്ക ഉപരോധങ്ങളൊക്കെ അവസാനിപ്പിച്ചു അവരുമായിട്ടുള്ള. എന്നിട്ട് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് സിറിയയുമായിട്ട്. അപ്പൊ സിറിയയിൽ ഇനി ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ഈവൻ അമേരിക്കൻ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് പോലും വരാൻ അത് സഹായകമാവെന്ന് പറഞ്ഞു. അതുപോലെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇപ്പൊ സിറിയയിലെ പുതിയ ഭരണകൂടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സിറിയയുടെ ഈ പറഞ്ഞ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുമായിട്ട്, ലീഡർ അഹമ്മദ് അൽ ഷാരയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് പോലും സൗദി ക്രൗൺ പ്രിൻസ് ആയ മുഹമ്മദ് ബിൻ സൽമാൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഈയിടയ്ക്ക് അദ്ദേഹം ഇമാനുവൽ മാക്രോൺ, ഫ്രാൻസിന്റെ പ്രസിഡന്റിനെ LIC പാലസിൽ പോയി കണ്ടു. LIC പാലസ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസിന്റെ പേരാണ് LIC പാലസ്. LIC പാലസ് ഈസ് ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടു. അങ്ങനെ നല്ല രീതിയിൽ അൽഷാരയ്ക്ക്, ഈ പറഞ്ഞ അഹമ്മദ് അൽ ഷാര, ദ ന്യൂ ലീഡർ ഓഫ് സിറിയ, ഈസ് ഗെറ്റിംഗ് വൈഡ് അക്സെപ്റ്റൻസ് എമംഗ് ദ യൂറോപ്യൻ നേഷൻസ് ആൻഡ് അമേരിക്ക. അപ്പൊ ഈവൻ ഇസ്ലാമിക് വേൾഡ് എല്ലാം. അപ്പം ഇതൊക്കെ സിറിയയിലെ ഇപ്പൊ ഇഷ്ടംപോലെ ഓയിലും ഗ്യാസും ഒക്കെ ഉള്ളതാണ്. അതൊക്കെ അമേരിക്കൻ കമ്പനീസ് ഒക്കെ വന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന പറയുന്നത്. എന്തായാലും അമേരിക്ക അവിടെ നിന്നുള്ള ഓയിലൊക്കെ ഊറ്റിക്കൊണ്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഷാര അദ്ദേഹം ഒരു പഴയ എക്സ്ട്രീം അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ആയിരുന്നെങ്കിലും, അൽ ഖ്വയ്ദയുടെ ലീഡർ ആയിരുന്നെങ്കിലും, അദ്ദേഹം പറഞ്ഞ് അവിടെ റൂൾ ഓഫ് ലോ എൻഷർ ചെയ്യും, വിമൻ റൈറ്റ്സ് എൻഷർ ചെയ്യും, താലിബാനെ പോലെ വിമൻസിനെ അടിച്ചമർത്തത്തില്ല, റിലീജിയസ് ആൻഡ് എത്നിക് മൈനോറിറ്റീസിന്റെ റൈറ്റ്സ് ഒക്കെ എൻഷർ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ കണ്ടറിയണം എന്തൊക്കെയാണ് നടക്കാൻ പോണെന്ന്. എന്തായാലും സിറിയയിൽ ഇപ്പോഴും ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട്. പഴയ പ്രസിഡന്റ് ബഷർ അൽ അസാദിന്റെ കമ്മ്യൂണിറ്റിയാണ് ആൽവേസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അവരെയൊക്കെ കൊന്നൊടുക്കുന്നുണ്ട് ഇപ്പോഴും. അവിടെ 100 കണക്കിന് ആൾക്കാരെ കൊന്നതായിട്ട് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചായിരുന്നു. പിന്നെ അവിടെ കുർദ് എന്ന് പറഞ്ഞൊരു ഇസ്ലാമിൽ തന്നെ വേറൊരു സെക്ടർ ഉണ്ട്, കുർദ്. അവര് ഈ പറഞ്ഞ സിറിയയുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലൊക്കെ ഇപ്പോൾ വലിയ കലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിറിയ ഇപ്പോഴും ശാന്തമല്ല. പക്ഷേ ന്യൂ സിറിയൻ ഗവൺമെന്റ് ഈസ് ഗെറ്റിംഗ് ഗ്ലോബൽ റെക്കഗ്നിഷൻ. ഈവൻ അമേരിക്ക ലിഫ്റ്റഡ് സാങ്ഷൻസ് അഗെയിൻസ്റ്റ് ദം. So it is a good beginning for the new Syrian regime, but don't know whether this will help to bring internal peace inside Syria. അപ്പൊ അതാണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ. ഇനി ഇന്നത്തെ ഹിന്ദുവിൽ ഈ പറഞ്ഞ ആർട്ടിക്കിള് രണ്ടും അല്ലാതെ പിന്നെ നമ്മൾ 1-2 ആർട്ടിക്കിൾസ് വായിക്കണം. അപ്പൊ അതിൽ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ പാരഡോക്സ് ഓഫ് ദ അപ്രോച്ച് ടു ദ മണിപ്പൂർ ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ ഭയങ്കര പാടുള്ളതല്ല. മണിപ്പൂർ ഇഷ്യൂ നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യയിൽ ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് മണിപ്പൂർ. കുക്കി കമ്മ്യൂണിറ്റിയും മെയ്റ്റി കമ്മ്യൂണിറ്റി, ഇങ്ങനെ 2 കമ്മ്യൂണിറ്റീസ് അവിടെ ഉണ്ട്. ആ 2 കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള കലാപമാണ് മണിപ്പൂർ കലാപം എന്ന് പറയുന്നത്.
അപ്പൊ അവിടെ 1,250 പേര് മരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴും അവിടെ പീസ് കംപ്ലീറ്റ്ലി തിരിച്ചു വന്നിട്ടില്ല, നോർമൽസി തിരിച്ചു വന്നിട്ടില്ല. മെയ്റ്റി കമ്മ്യൂണിറ്റിക്ക് ST റിസർവേഷൻ, അവർ ST അല്ല, അവരിപ്പം ജനറൽ OBC എങ്ങനെയാണ്, അവർക്ക് ST റിസർവേഷൻ കൊടുക്കാൻ മണിപ്പൂർ ഹൈക്കോർട്ട് അവിടുത്തെ ഗവൺമെന്റിനോട് പറഞ്ഞതാണ് ഈ കലാപങ്ങളുടെ തുടക്കം. അപ്പൊ ഈ കാശ്മീരിൽ പഹൽഗാമില് നമ്മളുടെ സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ സൈഡിൽ നിന്നുള്ള ടെററിസ്റ്റുകളുടെ അറ്റാക്ക് ഉണ്ടായപ്പോൾ ഇന്ത്യ അത് ട്രീറ്റ് ചെയ്ത് വേറെ രീതിയിലാണെന്ന്, അതിന് നമ്മൾ തിരിച്ചടി അപ്പോഴേ കൊടുത്തെന്നും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ അതിൽ നേരിട്ട് ഇടപെട്ടെന്നും പാകിസ്ഥാനെ നമ്മളവിടെ പരാജയപ്പെടുത്തിയൊക്കെ ചെയ്തെന്നൊക്കെയാണ് ഇത് എഴുതിയ ആൾ പറയുന്നത്. പക്ഷേ മണിപ്പൂരിൽ ഇത്ര 2 വർഷമായിട്ട് പ്രൈം മിനിസ്റ്റർ ഒരിടപെടലും നടത്തിയില്ല, പ്രൈം മിനിസ്റ്റർ ഒരിക്കൽ പോലും ഒഫീഷ്യലി ഒരു വിസിറ്റ് പോലും അവിടോട്ട് നടത്തിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് എഴുതി പറയുന്നു. പക്ഷെ രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂല, അത് വേറെ കാര്യം. മറ്റൊരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് അനദർ എനിമി നേഷൻ, അതാണ് നടന്നത്. അപ്പൊ അതിൽ ഇടപെടുന്ന പോലെ അല്ലല്ലോ ഇത്, ഇതൊന്നും ഇന്ത്യയുടെ മാറ്റർ ആണ്. പക്ഷെ സ്റ്റിൽ പ്രൈം മിനിസ്റ്റർ ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു ടു ബ്രിങ് നോർമൽസി ഇൻ മണിപ്പൂർ, അത് ശരിയാണ്. പക്ഷെ എന്തായാലും ആ ഒരു അപ്രോച്ചിലെ ഡിഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇന്ത്യ എടുത്ത കുറെ നടപടികൾ മണിപ്പൂരില്, അവിടെ പ്രസിഡൻഷ്യൽ റൂള് പോലും കൊണ്ടുവരുന്ന ഈ ഇടയ്ക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമാകത്തേ ഉള്ളൂ. ഇപ്പൊ അജയ് ബല്യാണ് അവിടെ റൂൾ ചെയ്യുന്നത്. അജയ് ബല്ല, ഹീസ് ദ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് മണിപ്പൂർ. ഇപ്പൊ അവിടെ ലെഫ്റ്റനന്റ് ഗവർണറേ ഉള്ളൂ കാര്യം, ബിക്കോസ് നോട്ട് ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് മണിപ്പൂറാണ് അജയ് ബല്ല. ഇപ്പൊ പ്രസിഡന്റ് റൂൾ ആയതുകൊണ്ട് അദ്ദേഹം ആണല്ലോ ഭരിക്കേണ്ടത്. പ്രസിഡന്റ് റൂളിന്റെ സമയത്ത് പ്രസിഡന്റിന് വേണ്ടി ഗവർണറാണ് ഭരിക്കുന്നത്. അപ്പൊ അജയ് ബല്ല അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുക. അത് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആയതായിരുന്നു. കുറെ കാലം, ഏതാണ്ട് 1.5 വർഷം അവിടെ BJPയുടെ ചീഫ് മിനിസ്റ്റർ ഭരിച്ച് ആകെ പ്രശ്നങ്ങളാക്കി, അതും സത്യമാണ്. പിന്നെ നമ്മളെ ഒരുപാട് അവിടുത്തെ ഈ മിലിഷ്യ ഗ്രൂപ്പുകൾ അവിടുത്തെ ആയുധങ്ങളൊക്കെ കട്ടെടുത്തോണ്ട് പോയായിരുന്നു പോലീസിന്റെ എന്നൊക്കെ. അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അജയ് ബല്ല നടത്തി, കുറെയൊക്കെ തിരിച്ചു കിട്ടി, പക്ഷെ കംപ്ലീറ്റ്ലി തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഈ മ്യാൻമറുമായിട്ട് ബോർഡർ ഉണ്ട് മണിപ്പൂരിന്. ഇപ്പൊ മ്യാൻമറുമായിട്ട് ബോർഡർ മണിപ്പൂരിന് മാത്രമല്ല, അവിടെ നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റുകൾക്കും ഉണ്ട്. അതുകൊണ്ട് മ്യാൻമറുമായിട്ട് ഇന്ത്യക്ക് FMR എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് ഫ്രീ മൂവ്മെന്റ് റെജിം. അതായത് 2 സൈഡിലേക്കും, മണിപ്പൂരിൽ നിന്ന് അല്ല, നോർത്ത് ഈസ്റ്റിലെ ചില സ്റ്റേറ്റുകളിൽ നിന്ന്, ബോർഡറുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് മ്യാൻമറിലേക്ക് 16 കിലോമീറ്റർ ദൂരവും മ്യാൻമറുകാർക്ക് ഇന്ത്യയിലേക്ക് 16 കിലോമീറ്റർ ദൂരവും 16 കിലോമീറ്റർ ദൂരവും വിത്തൗട്ട് വിസ ട്രാവൽ ചെയ്യായിരുന്നു, ഒരു പെർമിറ്റും വേണ്ട. അതാണ് ഫ്രീ മൂവ്മെന്റ് റെജിം. പക്ഷേ ഗവൺമെന്റ് അത് സ്റ്റോപ്പ് ചെയ്തു ഈ മണിപ്പൂർ കലാപം വന്നപ്പോൾ. കാര്യം ഈ മ്യാൻമർ സൈഡിൽ കുക്കി കമ്മ്യൂണിറ്റിക്കാരുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ കലാപത്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പേടിയിൽ. പക്ഷെ ഗവൺമെന്റ് അത് ചെയ്യരുതായിരുന്നു പറയാം. പക്ഷെ അത് എനിക്ക് അറിഞ്ഞൂടാ, ചെയ്തിരുന്ന പിന്നെ എങ്ങനെയാണ് ഈ കലാപമൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇയാൾ പറയുന്നത്, ഈ എഴുതിയ ആള് പറയുന്നത്, FMR ഫ്രീ മൂവ്മെന്റ് റെജിം സ്റ്റോപ്പ് ചെയ്യുക വഴി ഇന്ത്യ 2 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസീസ് ഇന്ന് വ്യതിചലിച്ചെന്നാ പറയുന്നത്. നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി, പിന്നെ ആക്ട് ഈസ്റ്റ് പോളിസി. ഈ 2 പോളിസീസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാല് നമ്മളുടെ നെയ്ബേഴ്സിലുള്ള രാജ്യങ്ങൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ത്യയുടെ ഡിപ്ലോമസിയിൽ. നെയ്ബർഹുഡിലുള്ള ഒരു രാജ്യമാണ് മ്യാൻമർ, ഇന്ത്യയുടെ അതിർത്തി കിടക്കുകയല്ലേ, അതുകൊണ്ടല്ലേ മണിപ്പൂരുമായിട്ടൊക്കെ അതിർത്തിയുള്ള. പാകിസ്ഥാൻ നെയ്ബർഹുഡാണ്, അഫ്ഗാനിസ്ഥാൻ എക്സാക്ട്ലി നെയ്ബർഹുഡ് അല്ല, എന്നാലും അടുത്താണ്. പിന്നെ ബംഗ്ലാദേശ് നെയ്ബർഹുഡാണ്, ചൈന നെയ്ബർഹുഡാണ്. അതാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. അവർക്ക് നമ്മളുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ്. ഇനി ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ആസിയാൻ രാജ്യങ്ങളുമായിട്ട്, ആസിയാൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ആസിയാൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മ്യാൻമർ ആസിയാനിലുള്ളതാണ്. സിംഗപ്പൂർ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, മലേഷ്യ, കംബോഡിയ, വിയറ്റ്നാം, മ്യാൻമർ, ബ്രൂണൈ, ഇതെല്ലാം ചേർന്നാണ് ആസിയാൻ. 10 രാജ്യങ്ങളുണ്ട്. ഈ ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താനുള്ള ആക്ട് ഈസ്റ്റ് പോളിസി. അപ്പൊ ഈ മ്യാൻമറിനെ ഇത്തരത്തിൽ FMR തടഞ്ഞാൽ, മ്യാൻമർ ഇന്ത്യയുടെ നെയ്ബറാണ്, അപ്പൊ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയുടെ ഒരു വയലേഷൻ ആയി പോകും. അതുപോലെ ആസിയാനിലെ ഒരു മെമ്പറാണ്, അപ്പൊ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഒരു വയലേഷൻ ആയപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് ഗവൺമെന്റ് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഇത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ അതിനേക്കാൾ സിമ്പിൾ ആണ്, വേറൊന്നുമില്ല. ഈ എല്ലാ വർഷവും May 12 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. അതിന്റെ കാരണം ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഈ ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിസ്റ്റ് ആയിരുന്ന ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ അവരുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു May 12. അപ്പൊ അതാണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ. അപ്പൊ അതില് ഈ നഴ്സസ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, അതിന്റെ ഒരു മീന പുട്ടുരാജ് എന്ന് പറഞ്ഞ ലേഡി എഴുതിയൊക്കെയാണ് ആ ഫീൽഡിലുള്ള. അപ്പം ലോകത്തിലെ പല രാജ്യങ്ങളിലും നഴ്സസിന്, നഴ്സിംഗ് പ്രാക്ടീഷണേഴ്സിന്
ഈവൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടത്താനുള്ള അവകാശങ്ങൾ പോലും കൊടുക്കുന്നുണ്ടെന്നാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് അത് എമുലേറ്റ് ചെയ്യാന്നേ പറഞ്ഞത്. അതായത് ഓസ്ട്രേലിയയിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡോക്ടേഴ്സ് അല്ല ഇവര് നഴ്സുമാർ നമുക്കറിയാം, പക്ഷെ പ്രാഥമികമായിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്യാനുള്ള അറിവ് അവർക്കുള്ളത് കൊണ്ട് അവർക്ക് ചികിത്സ നടത്താനുള്ള അവകാശവും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള റെക്കഗ്നീഷൻ കൊടുക്കുന്നില്ലെന്നും, ഇന്ത്യയിൽ ആക്ച്വലി പല മേഖലകളിൽ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഷോർട്ടേജ് ഉള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ എല്ലാ വർഷവും അവരുടെ ഒരു താങ്ക് യു പറയാ ചെയ്യുന്നത് ഈ May 12 ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ബർത്ത്ഡേയിൽ, ഇന്റർനാഷണൽ നഴ്സസ് ഡേയിൽ. ആ താങ്ക് യു മാത്രം പോരാ, മറ്റ് പല രാജ്യങ്ങളിലെയും പോലെ നഴ്സസിന് കുറച്ചുകൂടെ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് ഈ ട്രീറ്റ്മെന്റ് ഹയറാർക്കിയിലൊക്കെ ഡോക്ടറിന് ഈക്വലന്റ് ആയിട്ടുള്ള കൊടുത്തില്ലെങ്കിൽ ഡോക്ടറിന് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന അവകാശങ്ങൾ കൊടുക്കുക, അല്ല ഡോക്ടറായിട്ട് വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരാളായിട്ട് മാത്രം അവരെ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം അവസാനിപ്പിക്കുക. അങ്ങനെയൊക്കെ ഉള്ളതാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ അവർ പറഞ്ഞേക്കുന്നു, അത്രയേ ഉള്ളൂ. ഓസ്ട്രേലിയ, തായ്ലൻഡ് ഒക്കെയാണ് അവർ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. അവിടെയൊക്കെ ട്രീറ്റ്മെന്റ് നടത്താനുള്ള അവകാശം നഴ്സിംഗ് പ്രാക്ടീഷണേഴ്സിന് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ കുറേയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. എനിക്കൊരു പനി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള അറിവൊക്കെ അവർക്കുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഗവൺമെന്റ് കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. അതൊക്കെയാണ് നീ വരുന്നത്, അല്ല വേറെ വലിയ കാര്യങ്ങളൊന്നും. പിന്നെ ഇവിടെ 2 ആർട്ടിക്കിൾസ് ഉണ്ട്. അത് സത്യത്തിൽ എനിക്ക് രാവിലെ ഇതെല്ലാം കൂടെ വായിച്ചു തീർക്കാനുള്ള സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരായിരുന്നു. അത് മാത്രമല്ല വീഡിയോ നമുക്ക് ഒരുപാട് വലുതായി പോകും. ഇത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നന്നായിട്ട് വായിച്ചു നോക്കാം. ഡസ് ആർട്ടിക്കിൾ 21 ഇൻക്ലൂഡ് റൈറ്റ്സ് ടു ഡിജിറ്റൽ ആക്സസ്? ആർട്ടിക്കിൾ 21 അറിയാലോ, റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 21. ഈ ആർട്ടിക്കിൾ 21 അകത്ത് റൈറ്റ് ടു ഡിജിറ്റൽ ആക്സസ് എന്ന് പറഞ്ഞ റൈറ്റ് ഉണ്ടോ എന്നുള്ളത് ചർച്ചയാണത്. അത് വായിച്ചു നോക്കും നിങ്ങൾ. അതുപോലെ നോട്ട, നിങ്ങൾക്കറിയാം നോട്ട, നമ്മൾ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോട്ട എന്നൊരു ബട്ടൺ ഉണ്ട്. നൺ ഓഫ് ദ എബവ് എന്ന് പറഞ്ഞാണ് നോട്ട, നൺ ഓഫ് ദ എബവ്. അതായത് നമ്മളുടെ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സിന്റെ കൂട്ടത്തിൽ ഒരുത്തരം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ആർക്ക് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. ഇപ്പൊ എനിക്ക് ഒരു കാൻഡിഡേറ്റിനെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇലക്ഷൻ വോട്ട് ചെയ്യുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നോട്ടയിൽ വോട്ട് ചെയ്യാം. അപ്പൊ ആ നോട്ടയെ കുറിച്ച് ഷുഡ് നോട്ട ബി ഇൻക്ലൂഡഡ് ഇൻ ഓൾ ഇലക്ഷൻസ് കമ്പൽസറി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ. താല്പര്യമുള്ള ഇതൊക്കെ വായിച്ചു നോക്കി, ഇതൊക്കെ നല്ല ആർട്ടിക്കിൾസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമല്ലേ, പ്രസിഡന്റ് ആർട്ടിക്കിൾ 143 ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റിന് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ വരുമ്പോൾ സുപ്രീം കോടതിയിലേക്ക് റെഫർ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് ഇന്നത് പത്രത്തിലെ ഫ്രണ്ട് പേജിലെ ന്യൂസ്. അതിനെ കുറിച്ചുള്ള ഡിബേറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ അമിത് ഷാ, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ, ആ ഫോട്ടോയിൽ അദ്ദേഹം എയിംസ് വിസിറ്റ് ചെയ്യുന്ന ഫോട്ടോ. എയിംസ് അറിയാലോ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. CJI led the bench to hear arguments on Waqf law the entire day on May 20. Waqf Amendment Act 2025, ഇന്ത്യയിൽ ഇപ്പം നിലവിൽ വന്ന പുതിയ നിയമം വഖഫ് അമെൻമെന്റ് ആക്ട് 2025. ഈ വഖഫ് അമെൻമെന്റ് ആക്ട് 2025 മുസ്ലിംസിന്റെ റിലീജിയസ് റൈറ്റ്സ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എല്ലാവർക്കും റിലീജിയസ് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത്. അപ്പൊ ആ റിലീജിയസ് റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നു. സോ ഇറ്റ് ഈസ് ആൻ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പലരും പോയിട്ടുണ്ട്. ആ കേസുകൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയ BR ഗവായി, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇപ്പൊ ആരാണ്? BR ഗവായി. അടുത്ത 6 മാസത്തേക്ക് അദ്ദേഹം ഉള്ളു, അത് കഴിയുമ്പോൾ അദ്ദേഹം മാറും. BR ഗവായി ഉൾപ്പെടുന്ന ബെഞ്ച് കേൾക്കാൻ പോയ. അപ്പൊ അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ ഞാൻ ഓൾറെഡി IAEA കുറിച്ച് പറഞ്ഞാണ്, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ കുറിച്ച്. അതിവിടെ ഉണ്ട്. അത് ഞാൻ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വിൽ കണ്ടിന്യൂ സ്റ്റെപ്സ് ടു റെഡ്യൂസ് അലർട്ട്നെസ് ലെവൽ സൈസ് ആർമി എന്നൊക്കെ ഒരു ന്യൂസ് കാണാം. അവിടെ ആർമിയുടെ ചീഫിന്റെ പേരൊക്കെ അവിടെ വരുന്നുണ്ട്. ആർമിയുടെ ചീഫ് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദി, ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയുടെ ആർമിയുടെ ചീഫാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, DWIVEDI. ഉപേന്ദ്ര ദ്വിവേദി, ഇന്ത്യയുടെ ആർമി ചീഫ്. Pak wrote to India about restarting talks on Indus Water Treaty. IWT, Indus Water Treaty, സിന്ധു നദീജല കരാർ ഇന്ത്യ കംപ്ലീറ്റ്ലി സസ്പെൻഡ് ചെയ്തെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഒരു രീതിയിൽ അവിടെ ചർച്ച നടത്താൻ പോണില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, പാകിസ്ഥാൻ ഷുഡ് സ്റ്റോപ്പ് ടെററിസം അഗൈൻസ്റ്റ് ഇന്ത്യ, then only water will flow from India to Pakistan. That is the official stand of India, and India is not going to change that stand. പാകിസ്ഥാൻ പക്ഷേ ഇന്ത്യയോട് യാചിക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെ പറയണം. അവരിത് വളരെ മാന്യമായ ഭാഷയിൽ അവര്
റിക്വസ്റ്റ് ചെയ്തേക്കാണ്. ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ചർച്ച നടത്താൻ റെഡിയാണ്, വരും, ഞങ്ങളോട് ചർച്ച നടത്തുമെന്ന് പറഞ്ഞേക്കുക. കാര്യം ഇനി അങ്ങോട്ട് പണി കിട്ടാൻ പോയാ കാര്യം. ഇൻഡസ് വാട്ടർ ട്രീറ്റി അനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 1960 വന്ന ഒരു എഗ്രിമെന്റ് ആണ്. 6 നദികളിലെ വെള്ളം ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് അതിൽ ആ ട്രീറ്റി. ഇൻഡസ് ഛലം ചനാബ് രവി ബിയാസ് സത്ലജ്. ഇൻഡസ് ഛലം ചനാബ് രവി ബിയാസ് സത്ലജ്. ഇതിൽ ഇൻഡസ് ഛലം ചനാബ് പാകിസ്ഥാനാണ് അവകാശം, ബാക്കി രവി ബിയാസ് സത്ലജ് ഇന്ത്യക്കും. 80% വെള്ളവും പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് നെഹ്റു കാണിച്ച മണ്ടത്തരമാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. വേൾഡ്സ് മോസ്റ്റ് ജനറസ് വാട്ടർ ട്രീറ്റി എന്നാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണുന്നത്. അത്രയും ജനറോസിറ്റി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ വെള്ളം മേടിച്ചുകൊണ്ടാകുമ്പോൾ 1965 ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യാൻ വന്നത് വീണ്ടും. അതിനുശേഷം ഇന്ത്യക്കെതിരെ ടെററിസം കാണിക്കാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഡസിലും ചനാബിലും നമുക്ക് ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇൻ യെസ്റ്റർഡേസ് ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പർ ഐ റെഡ് എ ന്യൂസ് that India is going to construct new 3 dams in Indus River. പണി കിട്ടും പാകിസ്ഥാന്. അതാണ് ഏറ്റവും വലിയ പണി. അതല്ലാതെ ഇപ്പൊ ഇന്ത്യ കൊടുത്തതൊന്നുമല്ല. ഇപ്പൊ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഡിഫൻസ് ഫെസിലിറ്റീസിൽ 20% നശിച്ചു എന്നാ പറയുക. 20%. അത് ഒഫീഷ്യലി ഇന്ത്യ തന്നെ കൺഫേം ചെയ്ത. പാകിസ്ഥാന്റെ ഡിഫൻസ് ഫെസിലിറ്റീസിൽ 20%. അതിൽ കൂടുതൽ നശിക്കുന്ന അപ്പോഴത്തേക്കും അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അതൊന്നും അല്ല പണി, ഇതാണ് പണി. അപ്പൊ എന്തായാലും നടക്കട്ടെ, കാര്യങ്ങൾ നന്നാവട്ടെ. ഇന്ത്യക്ക് എപ്പോഴും അയൽക്കാരെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നെയ്ബേഴ്സിന്, രാജ്യങ്ങൾക്ക് നമുക്ക് മാറ്റാം. നമ്മളെ നെയ്ബർ കൊള്ളൂലെങ്കിൽ നമുക്ക് അവിടെ താമസിക്കാൻ താല്പര്യം മാറി വേറെ വീട് വെച്ച് വേറെ എവിടെയും പോവാം. പക്ഷേ രാജ്യത്തിന് ഇന്ത്യയുടെ അതിർത്തി എടുത്ത് മാറ്റി വേറെ എവിടെയും കൊണ്ടുപോകാൻ പറ്റും. സോ നെയ്ബർ എപ്പോഴും പാകിസ്ഥാനായിരിക്കും ഒരു സൈഡില്. അപ്പൊ അവന്മാരെ നന്നാക്കി എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതിന് ഇതൊക്കെ വേണം. സാമം ഭേദം ദണ്ണം എന്നാണല്ലോ. അപ്പൊ ദണ്ണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ പിന്നെ ജയശങ്കർ എന്നല്ല പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ടോക്സ് വിത്ത് പാകിസ്ഥാൻ വിൽ ബി സ്ട്രിക്ട്ലി ബയലാട്രൽ. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. ഒരു ഡൊണാൾഡ് ട്രംപും വേണ്ട. ബയലാട്രൽ മീൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. നോബഡി ഈസ് ഇൻവൈറ്റഡ് ടു മീഡിയേറ്റ് ദെയർ എന്ന് ഒഫീഷ്യലി ഇന്ത്യയുടെ ജയശങ്കർ പറഞ്ഞേക്കാം. അത് മതി, അത് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും. അപ്പൊ അത് ബയലാട്രലാണ്. ഇന്നലെ നമ്മളെ പുതിയൊരു എംബസി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. അറിഞ്ഞിരിക്കുക ഏത് രാജ്യത്തിന്റെ എംബസിയാണ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാമിന് ചോദിക്കുക. ഹോണ്ടുറാസ് എന്ന് പറഞ്ഞ രാജ്യം ആദ്യമായിട്ട് ഇന്ത്യയിൽ എംബസി സ്റ്റാർട്ട്. ഇത്രയും കാലം ഇന്ത്യയിൽ ഡൽഹിയിൽ അവർക്ക് എംബസി ഇല്ലായിരുന്നു. സോ ഹോണ്ടുറാസ് ഇനാഗുറേറ്റഡ് ദെയർ എംബസി ഇൻ ഇന്ത്യ. ഇനി ട്രേഡ് ഡെഫിസിറ്റ് ഇൻ ഏപ്രിൽ ഗ്രോസ് ടു $8.65 ബില്യൺ ന്യൂസ് കാണാം. Trade deficit, that is the difference between import and export. When import is more than export, there will be trade deficit. So India's import and export difference is 8.65 billion in the month of April. അത് ഫിഗർ ഒന്നും പഠിക്കേണ്ട കാര്യം, ഫിഗർ എല്ലാ മാസം വരുന്നതാണ്. മന്ത്ലി വേരി ചെയ്യുന്ന ഫിഗർ ഒന്നും ചോദിക്കൂല. പിന്നെ ടർക്കിയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യക്ക് കേട്ടോ. ടർക്കിയുടെ പുതിയ അംബാസഡർ ഇന്ത്യയിലേക്ക് വന്നിട്ട് പോലും ഇന്ത്യ പുള്ളി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ടർക്കിയെ എന്തുകൊണ്ടാണ് പ്രശ്നം അറിയില്ല. പാകിസ്ഥാൻ ഓപ്പൺലി സപ്പോർട്ട് ചെയ്ത 2 രാജ്യങ്ങളാണ്. ടർക്കിയെയും അസർബൈജാനും. ടർക്കി ആൻഡ് അസർബൈജാൻ. ചൈന ഓപ്പൺലി അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്തില്ല. അവർ യുദ്ധം അവസാനിപ്പിക്കണമെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ UPSCയുടെ പുതിയ ഹെഡായിട്ട് അജയ് കുമാർ അധികാരമായിട്ട്. അജയ് കുമാർ എന്നല്ല പറഞ്ഞത്, UPSCയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ അജയ് കുമാർ. പിന്നെ വളരെ നല്ല കാര്യം ഇവിടെ വായിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. നമ്മൾ ഈ താലിബാൻ മോശമാണ്, താലിബാൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്, സോ ഇന്ത്യ വോണ്ട് make any contact with Taliban government, അല്ലെങ്കിൽ ഇന്ത്യ won't make any discussion, India won't do any discussion with Taliban government പറഞ്ഞത് അത് ഭയങ്കര മണ്ടത്തരമാണ്. കാര്യം ഇന്ത്യക്ക് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളാണ് വലുത്. അവിടെ അവരെ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയെ അവരെ സംസാരം നന്നാക്കാം. സോ പണ്ട് ഇന്ത്യ താലിബാനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യും. ഇപ്പൊ താലിബാനുമായിട്ടും കോൺടാക്ട് ആണ്. താലിബാൻ പാകിസ്ഥാൻ അഗേൻസ്റ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഇന്നലെ കണ്ട ജയശങ്കർ താലിബാന്റെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ടോക്സ് നടത്തി. പണ്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2-3 മിനിസ്റ്റേഴ്സ് കഴിഞ്ഞാൽ താഴെ നിൽക്കുന്ന ആളാണ് താലിബാന്റെ മിനിസ്റ്ററുമായിട്ട്. കാര്യം ഇന്ത്യയിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നപ്പോൾ ആദ്യം കണ്ടം ചെയ്ത ഒരു രാജ്യമാണ് പാകിസ്ഥാന്റെ ഈ പരിപാടി തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവരുമായിട്ട് ഇത് വയ്ക്കണ്ടേ? അപ്പൊ നല്ലതാണത്. പിന്നെ ജിഗ് വർക്കേഴ്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ജിഗ് വർക്കേഴ്സ് എന്താണെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞിരുന്നത്. അത് ജിഗ് വർക്കേഴ്സ് അതായത് സൊമാറ്റോയുടെ സ്വിഗ്ഗിയുടെ ഒക്കെ ഫോട്ടോ ഉണ്ടോ? ഈ സൊമാറ്റോ, സ്വിഗ്ഗി, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലെയൊക്കെയുള്ള പ്ലാറ്റ്ഫോംസ് ഇല്ലേ, ആ പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഡെലിവറി ബോയ്സ് ആയിട്ട് വരുന്ന അങ്ങനെ ഉള്ള ജോലിക്കാരെയാണ് ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോയ കാര്യം അവരുടെ എണ്ണം ഡെയിലി കൂടിക്കൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഫീൽഡായിട്ട് മാറി ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം ബേസ്ഡ് വർക്കേഴ്സ് അവരാണ്. പിന്നെ ISRO പുതിയ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകണം. ആ സാറ്റലൈറ്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. EOS-09 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ഏത് മൂടൽ മഞ്ഞിലും ഏത് കാലാവസ്ഥയിലും ഇന്ത്യക്ക്
ആകാശത്തുള്ള കണ്ണായിരിക്കും EOS-09. PSLV C61 ആണ് അത് ലോഞ്ച് ചെയ്യാൻ പോണത്. PSLV C61 ലോഞ്ച് ചെയ്യാൻ പോണത് ഏത് EOS-09 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. നമുക്കത് ഇനി പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. EOS-09. പിന്നെ ബിസിനസ് പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ സെൻസെക്സും നിഫ്റ്റിയൊക്കെ ഭയങ്കരമായിട്ട് കൂടി. സെൻസെക്സ് നിഫ്റ്റി അറിയാലോ, സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ്, നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ്. പിന്നെ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞ ഒരു ന്യൂസ് ഉണ്ട്. അൺഎംപ്ലോയ്മെന്റ് 5.1% ആയിട്ട് കുറഞ്ഞത്. അതും എഴുതിയെടുക്കണ്ട, അതിങ്ങനെ ക്വാർട്ടർലി മാറുന്ന ഒരു ഫിഗർ ആണ്. വേണമെങ്കിൽ എഴുതിക്കോ. അൺഎംപ്ലോയ്മെന്റ് ഫിഗർ ഇപ്പൊ 5.1% ഉള്ളത്, കുറവാണത്. ഇത് പറയുന്നത് PLFS ആണ്. PLFS നെ കുറിച്ച് എന്താ പറഞ്ഞത്? പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്ലസ് ഇന്ത്യയിലെ വിമൻ പാർട്ടിസിപ്പേഷൻ ഇൻ ലേബർ ഫോഴ്സ് ഓൾസോ ഇൻക്രീസിംഗ്. ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഗുഡ് പോസിറ്റീവ് സൈൻ. പിന്നെ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കർബ് ചെയ്യാൻ വേണ്ടി ഇറാനുമായിട്ട് ന്യൂക്ലിയർ ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് US. അവർ ഉടനെ ഇറാനുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും എന്ന് ട്രംപ് പറഞ്ഞേക്കുന്നു. ട്രംപ് ഇപ്പൊ UAE-യിലുണ്ട്. UAE അബുദാബിയിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇന്നലെ ദോഹയിൽ, ഖത്തറിന്റെ ക്യാപിറ്റലായ ദോഹയിൽ ഖത്തർ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഖത്തറുകാർ ഒരു വിമാനമൊക്കെ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കാൻ പോയാ, എയർഫോഴ്സ് 1 ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എയർഫോഴ്സ് 1 ഓൾറെഡി അദ്ദേഹത്തിനുണ്ട്. US പ്രസിഡന്റ് വിമാനത്തിന്റെ പേരാണ് എയർഫോഴ്സ് 1. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വിമാനം ഖത്തർ രാജകുടുംബം പുള്ളിക്ക് സമ്മാനിക്കാൻ പോയ. അപ്പൊ പുള്ളി ഇപ്പൊ ദോഹയിലാണ്. പിന്നെ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ്. അങ്ങനെ വോളോഡിമിർ സെലൻസ്കി ടർക്കിയുടെ പ്രസിഡന്റിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ടർക്കിയുടെ പ്രസിഡന്റ്. പിന്നെ ഇവിടെ വരുമ്പോ എല്ലാ ദിവസത്തെ ന്യൂസുകൾ തന്നെ. ഇപ്പൊ പ്രജ്ഞാനന്ദ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചെസ് ടൂർണമെന്റിന്റെ 1ാം സ്ഥാനത്ത് എത്തി. പക്ഷേ കഴിഞ്ഞിട്ടില്ല, ഇനി മത്സരങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ആര് ജയിക്കുന്ന നമുക്ക് നോക്കാം. ഒരു പുതിയ പേര് ശ്രീഹരി, LR ശ്രീഹരി, ഇന്ത്യയുടെ 86th ഗ്രാൻഡ് മാസ്റ്റർ, 86ാമത് ഗ്രാൻഡ് മാസ്റ്റർ ചെസ്സില്. തമിഴ്നാടുകാരനാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് മൊത്തം വരുന്നത്. കാര്യം വിശ്വനാഥനാനന്ദ് തമിഴ്നാടുകാരനാണ്. അദ്ദേഹം കൊളുത്തിവിട്ട ആ ഒരു വിപ്ലവം ഉണ്ടല്ലോ, ആ റവല്യൂഷൻ, തമിഴ്നാട്ടിലെ ചെറുപ്പക്കാരെ മാറ്റിമറിച്ചു. അവരെല്ലാരും ഇപ്പൊ പുതിയ ചെസ്സിൽ വന്ന് പുതിയ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആവുക. ഇപ്പൊ ശ്രീഹരി ഈസ് ദ 86th ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ. ഹി ഈസ് ഫ്രം തമിഴ്നാടു. പിന്നെ ജാനിക് സിന്നറിന്റെ പേര് ഇവിടെയുണ്ട്. ജാനിക് സിന്നർ വേൾഡിലെ നമ്പർ 1 മെയിൽ ടെന്നീസ് പ്ലെയർ ആണ്. ജാനിക് സിന്നർ ഇറ്റലിക്കാരനാണ്. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സുമിത് നഗൽ ഇന്ത്യയുടെ ടെന്നീസ് പ്ലെയർ ആണ്. ചിലപ്പോൾ പേരൊക്കെ തന്നിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിക്കും. സുമിത് നഗൽ ഇന്ത്യയുടെ ടെന്നീസ് പ്ലെയർ ആണ്. നീരജ് ചോപ്ര ഇന്ത്യയുടെ, ആരാന്ന് പറയേണ്ട ആവശ്യമില്ല, ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ ഒരേ ഒരു ഇന്ത്യൻ അത്ലറ്റ് ജാവലിൻ ത്രോയിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ. താങ്ക് യു സോ മച്ച്.